അഴിച്ചിട്ടും തീരാത്ത വിധത്തിൽ വീണ വിജയനുമേൽ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായ സുവ്യക്തമായ വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കമ്പനി നിയമം 210 പ്രകാരമാണ് ROC കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഗുരുതരമായ 212 കൂടി ചേർത്താണ് SFIO അന്വേഷിക്കുന്നത്. ഈ 212 എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായ ഒരു വകുപ്പല്ലത്. കാരണം ഇവിടെ UAPA അടക്കം ചുമത്താൻ കഴിയുന്ന വളരെ ഗുരുതരമായ ഒരു വകുപ്പ് തന്നെയാണത്. ഗുരുതരമായ ക്രമക്കേട്, വളരെ ഗുരുതരമായ ക്രമക്കേട് നടന്നാൽ മാത്രമാണ് സാധാരണ അത്തരത്തിലുള്ള വകുപ്പുകൾ ചേർക്കാറ്. ഇവിടെ 212 ചേരുമ്പോൾ സ്വാഭാവികമായും ഗുരുതരമായ ക്രമക്കേടുകൾ വീണ വിജയനും അതുപോലെ എക്സാലോജിക്കും ചെയ്തു എന്ന് തന്നെ കരുതണം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം വരുന്നത്. അതിന് ആവശ്യമായ തെളിവുകൾ ലഭിച്ചു കഴിയുമ്പോൾ മിക്കവാറും ED അടക്കം അന്വേഷണത്തിനിറങ്ങും. അതുപോലെ CBI സ്വമേധയാ കേസെടുക്കുന്ന ഒരു അവസ്ഥയും വരും. ഇത് UAPA അടക്കം വരുന്ന ഒരു കേസായി വരുമ്പോൾ സ്വാഭാവികമായും NIAയും വീണ വിജയന് പിന്നാലെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ വളരെ വലിയ ഒരു പടുകുഴിയിലേക്കാണ് വീണ വിജയൻ വീഴാൻ പോകുന്നത്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കരിമണൽ കർത്തായുടെ 1,72,00,000 എക്സാലോജിക്കിലൂടെ വീണ വിജയൻ വാങ്ങിയത് എന്ന് തന്നെയാണ്. കരിമണൽ കർത്തായുടെ കമ്പനിയായ CMRലും അതുപോലെ എക്സാലോജിക്കും തമ്മിലുള്ള കരാറിൽ SFIO അന്വേഷണം നടത്തരുതെന്നും ആ അന്വേഷണത്തെ തടയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയിരുന്നത്. ആ ഹർജിയാണ് തള്ളിക്കൊണ്ട് വിധി വന്നതും ഇപ്പോൾ പൂർണ്ണമായ വിധിന്യായം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അന്വേഷണം തടയണമെന്ന ആവശ്യം വീണ വിജയൻ വളരെ ശക്തമായി ഉന്നയിക്കുമ്പോൾ അത് തടയില്ല എന്ന് മാത്രമല്ല, ഒരു കണ്ടീഷനും ഇല്ലാതെ SFIOയ്ക്ക് ഈ കേസ് അന്വേഷിക്കാമെന്നും അതിനാവശ്യമായ എല്ലാ സഹകരണവും വീണ വിജയൻ എക്സാലോജിക്കും ചെയ്യണമെന്നും അത് മാത്രമല്ല അവർ SFIO ആവശ്യപ്പെടുന്ന സകലമാന രേഖകളും SFIOയ്ക്ക് കൈമാറണമെന്നുമാണ് കോടതി പറഞ്ഞത്. ഇത്തരത്തിലൊരു വിധി വരാൻ, ഇത്തരത്തിലൊരു നിർദ്ദേശം വരാൻ കാരണം വളരെ വ്യക്തമായ തെളിവുകൾ നിരത്തിയാണ് SFIO കർണാടക ഹൈക്കോടതിയിൽ സംസാരിച്ചത്. എന്നാൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളോ മറ്റോ വീണ വിജയന് ഹാജരാക്കാനും കഴിഞ്ഞില്ല. സുതാര്യമായിട്ടുള്ള പണമിടപാടുകളും അതുപോലെ കരാറുകൾ നിയമപരമായിട്ടുള്ള കരാറുകളാണ് എന്നുള്ള വീണയുടെ വാദം നേരത്തെ തന്നെ ROC മാറ്റിയെഴുതിയിരുന്നു. അന്ന് ROCയുടെ ആ തീരുമാനത്തിന് മറിച്ചൊരു തെളിവ് കൊടുക്കാൻ, അതങ്ങനെയല്ല, ROCയുടെ ആ റിപ്പോർട്ട് തെറ്റാണ് എന്ന രീതിയിൽ തെളിവ് കൊടുക്കാൻ ഒരുപക്ഷെ വീണയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് SFIO അന്വേഷിക്കുന്ന ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇപ്പോഴും വീണ വിജയനും എക്സാലോജിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അത് സുതാര്യമാണ്, കൊടുത്ത സേവനത്തിനുള്ള പ്രതിഫലമാണ് കൈമാറിയത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അത് സുതാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് SFIOയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്? ഇവിടെ SFIO എന്തെങ്കിലും രേഖകൾ എക്സാലോജിക്കിനോടോ വീണ വിജയനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പരക്കം പായുകയാണ്, നേരെ കോടതിയിലേക്ക് പോവുകയാണ്, രേഖകൾ ചോദിക്കരുത് എന്ന് പറയാൻ വേണ്ടി. എന്ത് സേവനമാണ് എക്സാലോജിക്ക് CMRന് കൊടുത്തതെന്ന് പറയാൻ വീണ വിജയന് കഴിയുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് വഴിവിട്ടുള്ള സഹായങ്ങൾക്കുള്ള എന്തെങ്കിലും പ്രതിഫലമായിരിക്കാം ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാകുക. അത്തരത്തിലൊരു അന്വേഷണം നീങ്ങും, അത് കണ്ടെത്തും എന്നുള്ള ഭയമായിരിക്കാം ഇവിടെ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് പിന്നാലെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വഴിവിട്ട എന്തെങ്കിലും സഹായങ്ങൾ എക്സാലോജിക്ക് വഴി മറ്റാർക്കെങ്കിലുമോ അല്ലെങ്കിൽ എക്സാലോജിക്കിനോ അതുമല്ലാന്നുണ്ടെങ്കിൽ CMRൽ എക്സാലോജിക്ക് ഇടപാടുകളിലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരുപക്ഷെ SFIO തയ്യാറായേക്കും. കാരണം അത് കണ്ടെത്തേണ്ടത് SFIOയുടെ ആവശ്യമാണ്. മാത്രമല്ല ഇവിടെ 212 ചേരുമ്പോൾ സുബ്രതോയ് സഹാറയുടെ കേസ് പോലുള്ള വലിയ സാമ്പത്തിക ഇടപാടുകളിലാണ് സാധാരണ ഇത്തരത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ 1,72,00,000 അല്ല, അതിലേറെ മറ്റു വലിയ ഇടപാടുകൾ വല്ലതും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് SFIക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ തെളിവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് എന്ന് വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ പൊടുന്നനെ ഒരു 212 ഉപയോഗിച്ചിട്ട് അന്വേഷണം തുടങ്ങാൻ SFIO തയ്യാറാവുകയില്ലല്ലോ. SFIOയ്ക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചന ലഭിച്ചാൽ സ്വാഭാവികമായും അവർ അന്വേഷണത്തിലും തെളിവെടുപ്പിലുമൊക്കെ പോകും. അത് പുറത്തു വരുമെന്ന് കരുതിയായിരിക്കണം ഇവിടെ അന്വേഷണം ഭയക്കുന്നത് അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകുന്നത് എന്ന് സംശയിക്കണം. അപ്പോൾ അത് മാറ്റാനായിരിക്കണം, അത്തരത്തിലുള്ള വലിയ വിധത്തിലുള്ള പണമിടപാടുകൾ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ആ പണം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്ര തിടുക്കപ്പെട്ട് കാനഡയിൽ ഒരു കമ്പനി തുടങ്ങിയത് എന്നുകൂടി സംശയിക്കണം. ചുരുക്കം പറഞ്ഞാൽ കേസന്വേഷണത്തിന്റെ ഓരോ ദിനം കഴിയുന്തോറും വളരെ ദുരൂഹമായ ഇടപാടുകളും അല്ലെങ്കിൽ ദുരൂഹമായ രീതിയിൽ വളരെ വലിയ സംശയങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഇടപാടുകളും മറ്റ് കമ്പനികളുടെ രൂപീകരണവും അതും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 1,72,00,000 അല്ല,
അതിനപ്പുറത്തേക്ക് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കോടികൾ ഇടപാടുകളായി ഉണ്ട് എന്ന് മാത്യു കൊഴുന്നാടൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പുലരുകയാണോ എന്നുകൂടി സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. SFIOയുടെ മുന്നിലുള്ള അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ CBI, NIA അതുപോലെ മറ്റ് അന്വേഷണ ഏജൻസികൾ എന്തൊക്കെ വരാൻ പറ്റുമോ അതിനോട് മുഴുവൻ സമാധാനം പറയേണ്ട ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇനി പുറം ലോകം കാണാൻ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പുറം ലോകം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നർത്ഥം.